വെച്ചുമാറ്റം ഉപേക്ഷിച്ച മുസ്ലിം ലീഗ്. തിരുവമ്പാടിയിൽ ലീഗ് സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കും. പട്ടാമ്പി വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാകാത്തതിനെ തുടർന്നാണ് തീരുമാനം. മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയി തവനൂരിൽ സ്ഥാനാർത്ഥിയാകും. CV അനുമോദ് ഉണ്ട്. അനുമോദ്, ലീഗുമായുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിച്ചോ? ഈ സീറ്റ് വെച്ചുമാറ്റം എന്നുള്ളത് ഒരു കുറച്ച് നാളായി ചർച്ചയിൽ വന്നൊരു സംഗതിയാണ്. പക്ഷേ അത് ഉപേക്ഷിച്ച് ഇപ്പോഴത്തെ രീതിയിൽ തന്നെ മത്സരിക്കുക എന്നുള്ളതാണോ? രഞ്ജിത്ത്, പട്ടാമ്പിയിലെ കോൺഗ്രസ് ഈ ഒരു സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തതാണ് ഈ ഒരു സീറ്റ് വെച്ചുമാറ്റ ചർച്ചകൾ പൂർണ്ണമായും ഉപേക്ഷിക്കാനുള്ള ഒരു കാരണം. പട്ടാമ്പിയിൽ TP ഷാജിയെ മത്സരിപ്പിക്കാനുള്ള വലിയ സമ്മർദ്ദം പ്രാദേശികമായിട്ടും ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ സീറ്റ് വെച്ചുമാറ്റം പ്രായോഗികമാകില്ല എന്ന നിലപാടിൽ കോൺഗ്രസ് നേതാക്കൾ, പട്ടാമ്പിയിലെ കോൺഗ്രസ് നേതാക്കളും പാലക്കാടിലെ കോൺഗ്രസ് നേതാക്കളും ഉറച്ചു നിന്നു. അതോടെ തന്നെ ഈ പട്ടാമ്പി തിരുവമ്പാടി സീറ്റ് കൈമാറ്റം എന്നുള്ള ചർച്ച അവസാനിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗ് തന്നെയാകും മത്സരിക്കുക, ലീഗിന്റെ പാർട്ടി ചിഹ്നത്തിൽ തന്നെയാകും മത്സരിക്കുക എന്ന സൂചനകളാണ് നിലവിൽ വരുന്നത്. പൊതുസ്വതന്ത്രനെ മത്സരിപ്പിക്കാനുള്ള സാധ്യതകളും പരിശോധിക്കുന്നുണ്ടെങ്കിലും മുസ്ലിം ലീഗിന്റെ ചിഹ്നമായ കോണിയിൽ തന്നെയാകും തിരുവമ്പാടിയിൽ മത്സരിക്കുക എന്ന തരത്തിൽ തന്നെയാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തിരുവമ്പാടിയിൽ മത്സരിക്കാൻ തയ്യാറായത് VS ജോയി ആയിരുന്നു. അദ്ദേഹത്തിന് വേണ്ടിയായിരുന്നു കോൺഗ്രസ് തിരുവമ്പാടി സീറ്റ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരുന്നത്. VS ജോയി തവനൂരിലായിരിക്കും മത്സരിക്കുക എന്ന സുപ്രധാന വിവരവും ലഭിക്കുന്നുണ്ട്. തവനൂരിലേക്ക് VS ജോയി വരുന്നതോടെ മലപ്പുറം ജില്ലയിലെ സീറ്റ് സ്ഥാനാർത്ഥി നിർണയം ഏകദേശം പൂർണ്ണമാകും. പക്ഷേ അങ്ങനെ തവനൂരിലേക്ക് VS ജോയി വരുമ്പോൾ തന്നെ കോൺഗ്രസിന് മുമ്പിൽ തലവേദനയായിട്ട് സന്ദീപ് വാര്യരും PT അജയ് മോഹനും വരും എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. PT അജയ് മോഹൻ സീറ്റ് ആവശ്യപ്പെട്ട് നേരത്തെ തന്നെ രംഗത്തുണ്ട്. പൊന്നാനിയിൽ KP നൗഷാദ് അലിയെ സ്ഥാനാർത്ഥിയായി ഏകദേശം നിശ്ചയിച്ചപ്പോൾ തന്നെ തവനൂർ സീറ്റിനായി PT അജയ് മോഹൻ വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. സന്ദീപ് വാര്യർക്ക് വേണ്ടി സംസ്ഥാന നേതൃത്വവും തവനൂർ സീറ്റ് പറഞ്ഞു ഉറപ്പിച്ചതാണ്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും ഇതോടെ തന്നെ മറ്റൊരു പ്രതിസന്ധിയാകുന്ന സാഹചര്യമാണ് കോൺഗ്രസിന് മുൻപിലുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, മലപ്പുറത്ത് UDF-ൽ ജനറൽ ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയും ഇല്ലാത്തൊരു സാഹചര്യമാകും തവനൂരിൽ VS ജോയി വരുന്നതോടെ എന്നുള്ളത് കൂടിയുണ്ട്. അതും വലിയ തോതിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. പലപ്പോഴും മലപ്പുറത്തിനെ ചൊല്ലിയുള്ള പ്രചാരങ്ങൾക്ക്, അതായത് ഹിന്ദുക്കൾക്ക് ഇടമില്ല എന്ന തരത്തിലുള്ള പ്രചാരങ്ങൾക്ക് ശക്തി പകരുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം കൂടി ഈ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയത്തിലുള്ള UDF-ന് മുമ്പിൽ സംജാതമാകുമെന്നൊരു പ്രതിസന്ധി കൂടിയുണ്ട്. എന്താണെങ്കിലും ഇന്ന് മുസ്ലിം ലീഗിന്റെ നിർണായക യോഗം മലപ്പുറത്ത് ചേരുന്നുണ്ട്. ഇതിൽ സ്ഥാനാർത്ഥികളെ പറ്റിയുള്ള കാര്യങ്ങൾ ഏകദേശം ഒരു ധാരണയാകും. നാളെയാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന തരത്തിൽ തന്നെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഏതായാലും ലീഗുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ച് കളത്തിലിറങ്ങുക എന്നുള്ളത് കോൺഗ്രസിന്